പാലക്കാട് ജില്ലയിലെ വാളയാർ അട്ടപ്പള്ളത്ത് ഇതര സംസ്ഥാന തൊഴിലാളിയെ സംഘം ചേർന്ന് മർദ്ദിച്ച് കൊലപ്പെടുത്തിയ കേസിൽ 4 RSS BJP പ്രവർത്തകർ ഉൾപ്പെടെ 5 പേർ അറസ്റ്റിൽ. ബുധനാഴ്ച ഉച്ചയ്ക്ക് 2:30 അട്ടപ്പള്ളം മാതാളിക്കാട് ഭാഗത്ത് ഛത്തീസ്ഗഡ് സ്വദേശിയായ രാംനാരായണൻ ബയ്യാറിന് ആണ് മർദ്ദനമേറ്റത്. തൊഴിലുറപ്പ് തൊഴിലാളികൾ പണി ചെയ്തിരുന്ന സ്ഥലത്ത് വീടിനും കടകൾക്കും സമീപം സംശയാസ്പദമായ രീതിയിൽ രാംനാരായണനെ കണ്ടെത്തിയെന്നാണ് നാട്ടുകാർ പറയുന്നത്. ഇയാൾ മദ്യപിച്ചിരുന്നു. തൊഴിലുറപ്പ് തൊഴിലാളികൾ വിവരമറിയിച്ചതിനെ തുടർന്ന് സമീപത്തുണ്ടായിരുന്ന യുവാക്കൾ സ്ഥലത്തെത്തി പിടികൂടി മോഷണക്കുറ്റം ആരോപിച്ച് ക്രൂരമായി മർദ്ദിക്കുകയായിരുന്നു. എന്നാൽ ഇദ്ദേഹത്തിന്റെ കയ്യിൽ മോഷണ വസ്തുക്കളൊന്നും കണ്ടെത്താനായില്ല. ചോര തുപ്പി കുഴഞ്ഞു വീണ ഇയാളെ മണിക്കൂറുകൾക്ക് ശേഷമാണ് പോലീസ് എത്തി ആംബുലൻസിൽ ജില്ലാ ആശുപത്രിയിലേക്ക് കൊണ്ടുപോയത്. പോകും വഴി പുതുശ്ശേരിയിലെത്തിയതോടെ അവശനായി കുഴഞ്ഞു വീണു. ജില്ലാ ആശുപത്രിയിലെത്തിച്ചപ്പോൾ മരണം സ്ഥിരീകരിക്കുകയായിരുന്നു. രാംനാരായൺ ബയ്യാർ മോഷ്ടാവാണെന്ന ആരോപണം കുടുംബം തള്ളി. നിർമ്മാണ മേഖലയിൽ തൊഴിലന്വേഷിച്ച് 4 ദിവസം മുമ്പാണ് പാലക്കാട് എത്തിയതെന്നും നാട്ടിൽ ഒരു കേസിൽ പോലും പ്രതിയല്ലാത്ത ആളാണ് അദ്ദേഹമെന്നും ബന്ധുവായ ശശികാന്ത് ബാഗേൽ പറഞ്ഞു. ഇവിടത്തെ ജോലി ഇഷ്ടപ്പെടാത്തതിനാൽ നാട്ടിലേക്ക് തിരിച്ചു വരാനിരിക്കുകയാണ്. എങ്ങനെയോ വഴിതെറ്റി സംഭവം നടന്ന സ്ഥലത്ത് എത്തിപ്പെട്ടതാകാം. മാനസികമായി ഒരു പ്രശ്നവുമില്ലാത്ത വ്യക്തിയാണ്. സ്വല്പം മദ്യപിക്കാറുണ്ട്. എന്നാൽ ആരുമായും ഒരു പ്രശ്നത്തിനും പോകാറില്ല. 8ഉം 10ഉം വയസ്സുള്ള 2 മക്കളുണ്ടെന്നും ബന്ധു പറഞ്ഞു. തലയിലും ശരീരത്തിനുമേറ്റ ഗുരുതര പരിക്കാണ് മരണകാരണമെന്ന് പ്രാഥമിക പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് പറയുന്നു. തല മുതൽ കാല് വരെ 40ലധികം മുറിവുകളുണ്ട് കണ്ടെത്തിയിട്ടുണ്ട്. പുറംഭാഗം മുഴുവൻ വടികൊണ്ട് അടിച്ചതിന്റെ പാടുകളുണ്ട്. ശരീരത്തിൽ ചവിട്ടിയതിന്റെയും നിലത്തിട്ട് വലിച്ചതിന്റെയും അടയാളങ്ങളുണ്ട്. തലയിൽ രക്തസ്രാവം ഉണ്ടായെന്ന് പോസ്റ്റ്മോർട്ടത്തിന് മുമ്പ് എടുത്ത എക്സ്റേ ഫലത്തിൽ വ്യക്തമാകുന്നു. തൃശൂർ മെഡിക്കൽ കോളേജ് ആശുപത്രിയിലാണ് പോസ്റ്റ്മോർട്ടം നടത്തിയത്.